ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ആണ്, ഒരു ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ അമ്പൂട്ടീനും നന്തൂട്ടീനും അവരെ ബാക്കിലൂടെയാണ് പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടെ ചോറിലോട്ടുള്ള കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് ചോറും ആയിട്ടുണ്ടായിരുന്നിട്ട് രാവിലെ. പിന്നെ വർക്കിന് പോകണം, അതുപോലെ തന്നെ വൈകിട്ട് ക്ഷേത്രത്തിലും കാര്യങ്ങളൊക്കെ പോകാണ്ട് പിള്ളേർക്ക് ഇത് രാവിലെ തന്നെ കാത്തും വെച്ച് കൊടുക്കുന്നത്. അമ്പൂട്ടി ഇതാ ഹോർലിക്സ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ പല്ല് തേക്കാറ്. മിക്ക ദിവസങ്ങളും അങ്ങനെയാണ് ചെയ്യാറ്. അവളിതാ പല്ല് തേച്ചും കൊണ്ടിരിക്കുന്ന. പിന്നെ നന്തൂട്ടി ഞാൻ കൈ കൊണ്ട് വെറുതെ ഒന്ന് കാണിക്കുള്ളൂ, പല്ല് അധികം വന്നിട്ടില്ല, അപ്പോൾ കൈ കൊണ്ട് അധികം ഒന്ന് കാണിക്കുകയുള്ളൂ ചെയ്യാം. അപ്പോൾ അത് നന്ദുമ്മ അതാ പല്ല് കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ നന്ദുമ്മേനായിട്ട് ഞാൻ മുഖം ഒന്ന് കണ്ടു വെറുതെ ഒന്ന് കിഴിച്ച് കൊടുത്തിട്ട്. രണ്ടുപേരും എന്തെങ്കിലും ഹോർലിക്സ് കുടിച്ച് കഴിഞ്ഞാലേ അവർ ഫേസും കാര്യങ്ങളെല്ലാം പല്ല് തീരെ തേക്കുള്ളൂ. പിന്നെ കുറച്ച് നേരം കാത്തൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഹോർലിക്സ് അവളെ കുടിപ്പിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അവളെ കുടിക്കുന്നില്ല, ഒരു രക്ഷയില്ല. അവളൊരു അര ഗ്ലാസ്സൊക്കെ കുടിക്കും. പിന്നെ ഞാൻ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി കൊടുത്ത്, ഇഡ്ഡലിയും കറിയും വേണ്ടി കഴിക്കാൻ വേണ്ടി കൊടുത്ത് അവൾക്ക് പറ്റുന്ന പോലെ അവൾ കഴിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നന്തൂട്ടി കഴിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പൂട്ടി കൊടുക്കാൻ വേണ്ടി, പിന്നെ അമ്പൂട്ടിക്ക് അമ്മ പ്ലേറ്റിലെടുത്തുണ്ട്. അവളതാ ഓടിപ്പോയി അമ്മാമ്മ ആ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിൽ 2 ഇഡ്ഡലിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവൾ കഴിക്കൂല കേട്ടോ, അതാണ് വേറെ സത്യം കേട്ടോ. 2 ഇഡ്ഡലിയൊക്കെ എടുത്ത് അവൾ കഴിക്കുന്നില്ല. കറിയാണെങ്കിലോ തക്കാളി കറി നല്ല എരിവുണ്ട്, ഇതൊക്കെ ചോറിലോട്ടും കൂടെ ഉണ്ടാക്കിയപ്പോൾ നല്ല എരിവുണ്ട്. അപ്പം 2 പേരും കറി കൂട്ടിയില്ല. അപ്പോൾ അവൾക്ക് ഞാൻ ഹോർലിക്സിൽ കുതിർത്തി കൊടുക്കാമെന്ന് വെച്ചാൽ മറ്റോളത് പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി. പഞ്ചസാര വേണം, പക്ഷേ അവൾക്ക് പഞ്ചസാരയും വേണ്ട. ഇവരെ കഴിപ്പിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞത്. എന്താ അമ്പൂട്ടി അംഗനവാടി പോകുന്നതുകൊണ്ട് രാവിലെ കഞ്ഞി നിർത്തലാക്കി. കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ നിന്ന് തരുന്ന കുറുക്കൊന്നും കഴിക്കത്തില്ല. 10 മണിയാകുമ്പോൾ അവർ കുറുക്കൊക്കെ കൊടുക്കും, അപ്പോൾ അതൊന്നും കുടിക്കത്തില്ല. അതാണ് വേറെ വിഷയം. അത് കഴിഞ്ഞ ശേഷം തടപടിയെ വന്നിങ്ങാണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ എത്തി വിളക്ക് കത്തിക്കുകയായിട്ട്. രാവിലെ വിളക്ക് കത്തിച്ച് നന്ദും അതെന്തോ വികൃതിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്കൊരു വറക്ക് വന്നിട്ടുണ്ട്, ഒരു പെട്ടുപാവടയാട്ടോ. അപ്പോൾ അതെല്ലാം ചേച്ചി തയ്ക്കുന്നുണ്ട്. പിന്നെ ചേച്ചിനെ അധികം കാണിച്ചില്ല. അതിന് ശേഷം നനച്ചിടാണ്ടായിരുന്നു തുണി. അപ്പോൾ തുണിയെല്ലാം നനച്ച് വാഷിംഗ് മെഷീൻ ഇവിടെ ആയതുകൊണ്ട് കൂടുതലാകുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഞാൻ നനയ്ക്കാൻ വേണ്ടി ഇങ്ങ് കൊണ്ടുവരും. അനുവേട്ട് രാവിലെ അങ്ങ് കൊണ്ടുവരും. വരുന്ന സമയത്ത് അനുവേട്ട് ചാക്കിലോ അല്ലെങ്കിൽ കവറിലൊക്കെ ആക്കി അങ്ങ് കൊണ്ടുവരും, ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അത് ഉച്ചയാകുമ്പോൾ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അനുവേട്ടന്. അപ്പോൾ ചോറ് ഇതാ കഴിക്കണം. അനുവേട്ടന് പിന്നെ അമ്മ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻകറി കഴിക്കുകയാണ്. ഞാൻ മുട്ടയും പിന്നെ തക്കാളിക്കറിയും ഉണ്ട്, പിന്നെ മാങ്ങേൻ്റെ അച്ചാറും ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം അമ്പൂട്ടീനെ അത് വിളിക്കാൻ വേണ്ടി അംഗനവാടിയിലോട്ട് പോയി. അമ്പൂട്ടീൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അല്ല അമ്പൂട്ടി ആദി അങ്ങനത്തെ ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അമ്പൂട്ടീനെ വിളിച്ച് വന്നതിൻ്റെ ശേഷം ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചതിൻ്റെ ശേഷം അനുവേട്ടനും പിള്ളേരും ഇതാ സിറ്റ് ഔട്ടിലിരുന്ന് കണ്ട് ചായ കൂടിയും ഭയങ്കര ബഹളമൊക്കെയാണ് കേട്ടോ. ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് മൊത്തത്തിലാക്കും, അതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ വൈകിട്ട് നമ്മളിവിടെ രാമേശ്വര ക്ഷേത്രത്തിൽ വന്നിട്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ. സൗണ്ട് ഇല്ല എന്നുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഇച്ചിരി ഗൈസ്. അപ്പോൾ നമ്മളിവിടെ രാമേശ്വര ക്ഷേത്രത്തിലായിട്ട് വന്നേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. തവള നോക്കുന്നത്, തവള കണ്ടോ, തവള പെക്രോം തവള പെക്രോം. അതും ഏകദേശം ഈ ഒരു ഇതുപോലെയൊക്കെ അല്ലേ? അവിടെ കാവുണ്ട് അങ്ങനെ. അപ്പം നമ്മളെന്തായാലും നമ്മൾ വേറെ ഗുരുസ്വാമി ക്ഷേത്രത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടോ, നമ്മൾ വരുന്ന വഴിയാണ്. ഇവിടെ ഒന്ന് തൊഴുതിട്ട് പോവാന്ന് വെച്ചു. ഒരാളിതൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നിരുന്നത്. എന്തൊക്കെയുണ്ട് അമ്പ പിടിച്ചവിട്ടാതെ. എവിടെ അമ്പ എവിടെ അമ്പ ഉണ്ട്. തവള എവിടെ മക്കളെ? തവള പിന്നെ ഇതെന്ന് പറയുന്നത് ക്ഷേത്രം, അതായത് ഇപ്പം കേരളത്തിലുള്ള ഒരുവിധ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നതെല്ലാം. അതിൻ്റെ ഫ്ലക്സ് കാര്യങ്ങളാണ് ഒട്ടിച്ചത്. അപ്പോൾ ഞാനും അതിനായിട്ടൊക്കെ നോക്കിയിരുന്നു എവിടേക്ക് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഒരുപാടെണ്ണമുണ്ട്. 108 ശിവക്ഷേത്രമുണ്ട് കേരളത്തിലും, അറിയപ്പെടാത്തതൊക്കെ ആയിട്ട് ഒരുപാട് 108 ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാമേശ്വരം ഞാൻ ആദ്യമായിട്ടാട്ടോ രാമേശ്വരം എന്ന ക്ഷേത്രത്തിൽ വരുന്നതും തൊഴുന്നതൊക്കെ. വേറൊരു രാമേശ്വരം ഉണ്ട്, മറ്റേ ധനുഷ്കോടി, അവിടെ അങ്ങനെ എന്തുവാണ് തോന്നുന്നു. പിന്നെ നമ്മൾ വൈകിട്ട് ഷോപ്പിലെത്തി. അവിടെ അഖിലതായിരിക്കുന്ന അമ്പൂട്ടി അഖിലൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി.
പിന്നെ ഇത് അമ്പൂട്ടി ഭയങ്കര വികൃതി. അമ്പൂട്ടി ആയാലും ശരി നന്തൂട്ടി ആയാലും ഭയങ്കര വികൃതിയാണ്. പിന്നെ കസ്റ്റമർ വന്നും പോയിരിക്കണം, അതുകൊണ്ട് പിന്നെ വീഡിയോ ഞാൻ പറ്റുന്ന പോലെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നന്ദുമ്മൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, നമ്മൾ മറ്റേ ഫ്ലെക്സിലൊട്ടിച്ച് അങ്ങനെ വെച്ചു. അപ്പോൾ അത് 2 അതിനോട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ വികൃതി കളിച്ചുകൊണ്ടിരിക്കുകയാണ് 2 പേരും. അവിടുത്തെ ആളില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടെ മെനു കാർഡ് എടുത്ത് കളിക്കണം, അങ്ങനത്തെ കുറച്ച് കളിയും. കല്യാണയുടെ പുറത്ത് വേണ്ടി പോയതാണ്. പിന്നെ അജിച്ചേട്ടന് അപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട്, ഞാനും പിള്ളേരും ഇവിടെ ഉണ്ട്. പിന്നെ ചേച്ചി നേരത്തെ പോയി. ഞാൻ വരുന്നതിൻ്റെ മുന്നേ, നമ്മൾ കോവിൽ നിന്നെല്ലാം വരുന്നതിൻ്റെ മുന്നേ ചേച്ചി നേരത്തെ പോകും. അപ്പോൾ അത് മോമോസിൻ്റെ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അതായത് മോമോസ് ഫ്രൈയും ഉണ്ട്, സ്റ്റീമും ഉണ്ട്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അപ്പം ജ്യൂസ് കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് അന്നന്ന് ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് ആ ജ്യൂസായിരിക്കും എടുക്കുന്നത്. പിന്നെ ഇതാണ് വേഫിൾസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. കോണായിട്ടും സ്റ്റിക്കായിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മെനു കാർഡ് ഞാൻ കാണിച്ചു തരും കേട്ടോ, അതിലുണ്ടാകും. പിന്നെ നമ്മൾ ഓരോ ദിവസങ്ങളും ചിലപ്പോൾ ഓഫറൊക്കെ ഇടാറുണ്ട്. ഓഫർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ. കസ്റ്റമർ ഉണ്ട് എങ്കിലും എന്താ പറയുക, മഴയൊക്കെ ഉള്ള ദിവസമാണ് നമ്മൾ പാടുപെടുന്നത്. ചില ദിവസം ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് നോർമലി നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. അപ്പം മഴയുള്ള ദിവസം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഭയങ്കര സൈഡും സങ്കടമൊക്കെ. പിന്നെ ഒരു ബിസിനസ് ആകുമ്പം താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ മുന്നേ നമ്മളെ കാണണമല്ലോ, പെട്ടെന്ന് ആരും അങ്ങനെ ക്ലിക്കാവത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഷോപ്പത്തെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുകയാണ്. പിന്നെ വെള്ളം, അങ്ങനത്തെ ചെറിയ ചെറിയ ബോട്ടിൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മെനു കാർഡിൽ ഒരുവിധ അഫീസ് കഫേൻ്റെ ഒരുവിധ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ, നമുക്കറിയാവുന്ന അവിടെ ചേച്ചി ചേട്ടൻ അവരൊക്കെ ബേക്കറിയിലൊക്കെ നിന്ന ആൾക്കാർ. അപ്പോൾ അവർക്കറിയാവുന്ന ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിലും മിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബ്രോഫിൾസിൻ്റെ എന്ന് പറയുമ്പോൾ വേഫിൾസ് ആയാലും മറ്റേ ബബിൾ വേഫിൾസും അതുപോലെ തന്നെ സ്റ്റിക്കായാലും ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ ആഡ് ചെയ്യാത്തതാണ് മോമോസും ഫ്രഞ്ച് ഫ്രൈസും. അതിൽ ആഡ് ചെയ്തിട്ടില്ല, മെനു കാർഡിൽ ആഡ് ചെയ്തിട്ടില്ല, നമ്മളിപ്പോൾ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കസ്റ്റമർ വരുമ്പം ഇന്ന സാധനങ്ങളും അതിലുണ്ട്, അത് ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ ഷോപ്പിൽ ഭയങ്കര പാട്ട് ഇട്ടിട്ടുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ മൊത്തം ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര പാട്ടാണ് ഷോപ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല. അപ്പം പാട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനോട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡറല്ല, ഞാൻ ഉണ്ടാക്കി വെക്കണം. ബബിൾസ് ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ബബിൾസ് ഉണ്ടാക്കി വെക്കണം. അഖില ബബിൾസൊക്കെ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പച്ചട്ടി പോലെ ഇരിക്കും കാണുക. പക്ഷേ ടൈമർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യം അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം അവിടെ നിന്നപ്പം ഒരുവിധ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പച്ചട്ടി പോലത്തെ കണ്ടോ, നല്ല രസമാണ് കഴിക്കുക. പക്ഷേ ഒന്നേ കഴിക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക്. പിന്നെ അതിൽ കുറച്ച് സ്നിക്കേഴ്സും, സ്നിക്കേഴ്സാണ്, ഞാൻ കിറ്റ്കാറ്റാണ് അതൊക്കെ, കിറ്റ്കാറ്റ്. പിന്നെ അതിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിടും കേട്ടോ. അപ്പോൾ തന്നെ ടൈമറുണ്ട്, അപ്പം അലാറം അടിക്കും അതായിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് ചൂടാറിയ ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യുക. ഇത് അതിൻ്റെ ശേഷം നമുക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു, വേഫിൾസിന് കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതൊക്കെ ഇതായും കൊണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റാണ് ചോക്ലേറ്റാണ് തോന്നുന്നുണ്ട് പറഞ്ഞത്. അത് ഇതാട്ടോ, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അതിനോട്ട് അത് ലൈം അടിക്കുന്നുണ്ട് കേട്ടോ, സാധാ ഒരു ലൈമ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ അവിടെ തന്നെ ഉണ്ടാകുമ്പം അനുവേട്ടൻ അടിച്ചു തരും. ഇല്ലാന്നുണ്ടെങ്കിൽ അജയനെ പറഞ്ഞ അവിൽമിൽക്കായാലും ഷാർജോ ഷേക്ക് ഏതായാലും നമുക്ക് അടിച്ചു തരും. പിള്ളേർക്കൊക്കെ പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം മതി. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ 2 പേർക്കും ഒന്നും വേണ്ട. പിന്നെ ഞാൻ അത് വേഫിൾസ് അഖിലുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാട്ടർമെലൺ ആഡ് ചെയ്തിട്ടുണ്ട്, പഴം ആഡ് ചെയ്തിട്ടുണ്ട്, ഓറിയോ ബിസ്ക്കറ്റ്, സ്ട്രോബെറീൻ്റെ ഐസ്ക്രീം. പിന്നെ വേറെ എന്താണ് ആഡ് ചെയ്തത്? വേറെ മറ്റേ ഇത് ചോക്ലേറ്റൊക്കെ നമ്മളെടുത്ത് കഴിച്ചിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. ഭയങ്കര സോഫ്റ്റായി, ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടും കുറച്ച് സോഫ്റ്റാണ്. ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടാട്ടോ. ഇത് 2 തരമുണ്ട്. ഇതിൻ്റെ ബ്രൗണിയും ഉണ്ട് അല്ലേ? ബ്രൗണിയും ഉണ്ട്. പിന്നെ വരുന്നത് ഓറിയോ, കിറ്റ്കാറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതെന്തായാലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകര ഗ്രാമം പമ്പിൻ്റെ ഉള്ളിലാണ്. അമരവിള ഭാഗത്ത്
അമരവളല്ലേ? അമരവള ചർച്ചൊക്കെ കഴിഞ്ഞിട്ടോ ഗ്രാമം പമ്പിൻ്റെ ഉള്ളിലാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ഈ വേപ്ലേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ വീട്ടിൽ വന്ന് ഭയങ്കര ക്ഷീണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കോവിലെല്ലാം പോയി നമ്മൾ ഫുഡും കഴിച്ച് അതിനോട് നമ്മൾ 4 പേരും കൂടെ ഫുഡും കഴിച്ച് തട്ടുകടയിൽ പോയി തട്ടുദോശയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മളും അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ചായിട്ട് എത്തിയത്. പിന്നെ അനുവേട്ടൻ ഇപ്പോൾ വീട്ടിലല്ല കിടക്കാറ്, അനുവേട്ടൻ കമ്പനിയിലാണ് കിടക്കാറ്. വീട്ടിലോട്ട് ഇടയ്ക്ക് വരും. പിന്നെ ഞാൻ പിള്ളേർക്ക് വിശക്കുന്നു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിള്ളേർക്ക് ചോറും മുട്ടയും കൂടെ വിരകി കൊടുത്തിട്ടോ. 2 പേർക്കും കൂടെ കാത്തുമൊക്കെ ഉണ്ട്. 2 പേർക്കും കൂടെ ചോറ്, ഒരു ദോശ എങ്ങനെ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ വീണ്ടും വാരി കൊടുത്തു. പിന്നെ പാലൊക്കെ കുടിച്ചു. അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു.